നമ്മളെല്ലാവരും കൂടെ ഈ ഒരു ഷോ അടിച്ചു പൊളിക്കല്ലേ? ഗ്ലാൻസ് സ്റ്റാർ മാധ്യമരംഗത്തെ പുത്തൻ താരോദയമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലിതാ നിങ്ങൾക്കായി ഒരു അവസരം. കളിയും ചിരിയും തമാശയും കൂടെ നിറപ്പകിട്ടാർന്ന ആശയങ്ങളും സമന്വയിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട 6 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി മീഡിയ വില്ലേജും MVTVയും സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും ചേർന്ന് RJ ആവാനും VJ ആവാനും അവസരങ്ങൾ ഒരുക്കുന്നു. ന്യൂ ട്രെൻഡിംഗ് എന്റർടൈനിംഗ് ഗെയിം ഷോ ഗ്ലാൻസ് സ്റ്റാർ. പുതുതലമുറയുടെ പുത്തൻ താരോദയം. ഏവർക്കും ഗ്ലാൻസ് സ്റ്റാറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള 110 സ്കൂളുകളിലെ ഒന്നാണ് കുറുമ്പനാടം സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂള്. ഒത്തിരി അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് കുറുമ്പനാടം സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ ജെയിംസ് കെ മാളിയേക്കൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. റേഡിയോ മീഡിയ വില്ലേജും സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും ചേർന്നൊരുക്കിയ ഈ പരിപാടികൾക്കെല്ലാം എല്ലാവിധ പിന്തുണയും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നമ്മുടെ ഏറ്റവും വൈബ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്കൂൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഏകദേശം 8 സ്കൂളുകളാണ് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്ന് സെലക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൽ ഒരു സ്കൂളാണ് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് SB കുറുമ്പനാടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏറ്റവും വൈബുള്ള സ്കൂളുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ വന്നിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ പല പ്രൊഫഷൻസ് ഉള്ളതുപോലെ തന്നെ നമുക്ക് മീഡിയയിൽ പ്രൊഫഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുറച്ച് മത്സരങ്ങളൊക്കെ നടത്തിയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒടുവിൽ ഞങ്ങൾക്ക് വേണ്ടത് RJ ആകാനും VJ ആകാനും, എന്ന് വെച്ചാൽ വീഡിയോ ജോക്കി, റേഡിയോ ജോക്കി എന്നിങ്ങനെ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കാനായിട്ട് നിങ്ങളെ കുറേ പേരെ നമുക്ക് വേണം. അപ്പോൾ ഇന്ന് വിജയികളാവുന്നവർക്കും സെലക്ട് ചെയ്യപ്പെടുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് MAC TVയിലും MVTVയിലും റേഡിയോ മീഡിയ വില്ലേജിലും MAC റേഡിയോ ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൊക്കെ RJ ആയിട്ടും VJ ആയിട്ടും പിന്നെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി അഭിനേതാക്കളെയും ഒത്തിരി കലാകാരന്മാരെയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, ടീച്ചേഴ്സിനും പിന്നെ പ്രിൻസിപ്പൾസിനും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും നേരും. കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് ഗ്ലാൻസ് സ്റ്റാർ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ഗ്ലാൻസ് സ്റ്റാറിലേക്ക് സ്വാഗതം. സോ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലാൻസ് സ്റ്റാർ എന്ന് പറഞ്ഞ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എന്റർടൈൻ ചെയ്യാൻ പോവാണ്. ഇനി ഇതിൻ്റെ അകത്ത് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. നമ്മളെല്ലാവരും കൂടെ ഈ ഒരു ഷോ അടിച്ചു പൊളിക്കല്ലേ? അപ്പൊ നിങ്ങളിലുള്ള ഓരോ ടാലൻസിനും, നിങ്ങളൊക്കെ ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികളാണ് സാറുമാർ പറഞ്ഞിരുന്നു. സോ നിങ്ങളിലുള്ള ഓരോ ടാലൻസിനും കണ്ടെത്താനായിട്ടുള്ള ഒരു ചെറിയ ടാസ്ക് ആണ്. സോ ചെറിയ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് ചെറിയൊരു സാധനം ശ്രദ്ധിച്ചു കേട്ടോണേ. ഇപ്പൊ ചേട്ടന്, എൻ്റെ പേര് ജോബി എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു ട്രാക്ക് പ്ലേ ചെയ്യും. ആ ട്രാക്ക് പ്ലേ ചെയ്തിട്ട് ആ ട്രാക്ക് ഏതാന്ന് പെട്ടെന്ന് അറിയാവുന്ന ആൾക്കാർ കൈ മാത്രം ഉയർത്തുക. പാട്ട് പാടരുത്, പാട്ടായിരിക്കും, ആ പാട്ട് പാടരുത്. സോ ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേര് അവിടുന്ന് പയ്യൻ കയറിയോ. ഇനി ആരോ ഇവിടുന്ന് ഒരാള് വാ നല്ലൊരു കൈയടി കൊടുത്തേ. യെസ്, ഇവിടെ കയറി നിൽക്കണമത്തെ. ഓക്കെ, അപ്പൊ നമുക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ അറിയാം, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇവരെ അറിയത്തില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ടല്ലേ? അപ്പം ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ആകപ്പാടെ ഒരു ആൺകൊച്ചുള്ളതാണ്. തരികളുടെ കൂട്ടത്തിൽ ഒറ്റ വന്നിരിക്കുന്നത്. നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് മൊത്തം നിന്റെ പേര്? ഷാജിയോ? സജി എന്താടാ സജി എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ടോ? ചോദിക്കാറില്ല. ഈ സജി എന്ന് പേരിട്ടിട്ട് മനുഷ്യന് എപ്പോഴെങ്കിലും നാണം കെടുത്തുന്നത് വന്നിട്ടുണ്ടോ? സജി അടിപൊളിയാണോ? എന്നാ പിന്നെ അതെ ഇങ്ങോട്ടേക്ക് നമുക്ക് പരിചയപ്പെടാം. പേരെന്താ അവളെ? ഓക്കെ, നല്ല വെറൈറ്റി പേരല്ലേ? ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല, ഫ്രഷ് ആണ്. ഇവരെല്ലാരും ആ കൂട്ടി പിടിച്ചിട്ട് എല്ലാരും കൂടെ ഒന്നിച്ച് വന്നേക്കാൻ തോന്നുന്നു. ഓക്കെ, അവിടെ കയ്യിൽ മൈക്കുണ്ട്. അപർണ. ഇത് 3 ആയാണല്ലോ. ഓക്കെ, നിങ്ങളിങ്ങനെ മത്സരിച്ച് തന്നെ വന്നാണോ? അല്ല,
സജി, നമുക്ക് ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ വേറൊരു പേര്. ഇവിടെ എല്ലാവരും ഏക്കാരാണ്. നമുക്ക് ആദ്യം കൈവെക്കിയത് സജി തന്നെയാണ് കേട്ടോ. അപ്പൊ സജിയിലേക്ക് നമുക്ക് പോയാലോ? ഏത് പാട്ടാന്ന് ചോദിച്ചാലോ? പാട്ട് പാടുക പറയുക മാത്രമല്ല, അതിപ്പോ അടിപൊളിയായിട്ട് പാടുകയും ചെയ്യും. ആ, തുടങ്ങാം നമുക്ക്. ആ മൈക്കിൽ ചെന്നേ മോളെ. സജി പറയൂ, ഏത് പാട്ടാ? അതിൻ്റെ അത് പറയണം, മൈക്കിൽ പറയണം. ആ, രാമായണക്കാറ്റ്. രാമായണക്കാറ്റിന് അത്ര വലിയ ശക്തി പോരാ. ഇവിടെ ചോദിക്കട്ടെ, ഇങ്ങോട്ടേക്ക് കൊടുത്തേ, ചോദിക്കട്ടെ. രാമായണക്കാറ്റ്. 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 ഓക്കെ. രാമായണക്കാറ്റ്. ആ, എന്നാ ഇപ്പൊ നമുക്ക് സജി പാടുപാടല്ലേ? സജി പാടും, സജി പാടും. സജിക്ക് നല്ലൊരു കൈ കൊടുത്തേ, കൈയിടിച്ചേ. ആ ആ, സജി 1 2 3 4. അതിന്റെ കൂടെ പാടിയാ മതി. ആ ആ, സജി, സജിക്ക് നിങ്ങൾ ഡാൻസ് ചെയ്യണേ. ആ ആ, പാട് സജി, പാട്. എന്റെ പൊന്നു സജി, പാടാ. ഓ, പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. നല്ലൊരു കൈ കൊടുത്തേ. ആ ആ, സജി എന്താടാ സജി ഇങ്ങനെ? പക്ഷേ സജിക്ക് നല്ലൊരു കൈ കൊടുത്തേ. കാരണം എന്താണെന്നറിയോ? ഇത്രയും പുരുഷ കെയർ സ്ത്രീകൾ ഇവിടെ ഉണ്ടായിട്ട് ഒറ്റ സജിയാണ് വന്നത്. അപ്പൊ സജിക്ക് നല്ലൊരു കൈ കൊടുക്കണ്ടേ? സജി, നീ പൊളിയാടാ, അടിപൊളിയാണ്. ഇങ്ങോട്ട് നീങ്ങുന്നേ. അപ്പം ഇവര് 3 പേരായിട്ടുണ്ട്. നമുക്കിനിയിപ്പോ അടുത്ത ട്രാക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട് കേട്ടോ. ഇതിന്ന് പാട്ട് പാടാൻ കഴിവുള്ള എല്ലാവരെയും ഇന്ന് പൊക്കിയെടുത്തോണ്ട് നമ്മൾ മീഡിയ വില്ലേജിൽ പോകും. തുടങ്ങല്ലേ? നിങ്ങൾക്കുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഇച്ചിരി അടുത്ത് നിന്നേ. ആ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണേ. അറിയാവുന്നൊരു കൈ ഉയർത്തിയാണേ. അഞ്ജന ഒന്ന് ശ്രദ്ധിച്ചോണേ. ആർക്കും അറിയത്തില്ല? സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. വാക്കോ. അമ്പോ, കറക്റ്റ് ആളെ തന്നെയാണല്ലോ ഞാൻ പൊക്കിയെടുത്തേ. കുറുമേണ സ്കൂളിലെ KS ചിത്രയാണോ? ആണോ? അതെ, KS ചിത്രയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടെന്നറിയോ? കുറുമേണ സ്കൂളിലെ KS ചിത്രയ്ക്ക് സ്വാഗതം ഗ്ലാൻസ് സ്റ്റാറിലേക്ക്. കൈയിടിച്ചേ. ആ, ഓക്കെ. അപ്പോ ഗ്ലാൻസ് സ്റ്റാറിൽ ഇപ്പൊ കേൾപ്പെട്ട പാട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? വേറെ ആർക്കെങ്കിലും മനസ്സിലായോ? ഈ കൂട്ടത്തിൽ സജി, ആർക്കെങ്കിലും മനസ്സിലായോ ചോദിച്ചേ? എടാ ആർക്കെങ്കിലും മനസ്സിലായോന്ന് ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കേട്ടാലോ ഏത് പാട്ടാണ്? പാട്ട് കറക്റ്റ് ആണെങ്കിൽ നല്ല രീതി കൈയടിക്കുക. പാട്ട് തെറ്റാണോ നല്ല രീതി കൂവിക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കൂവിക്കണം. ആദ്യം പാട്ട് ഏതെന്ന് പറ. അതിനു മുമ്പ് നമുക്ക് പേര് പരിചയപ്പെടണ്ടേ? ചിത്രം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പേരെന്താണ്? ദേവു. ദേവു ദേവു എന്നാ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? പുറകെ നിന്നിട്ട് ഒന്ന് വിളിച്ചേ. അയ്യോടാ, ഇതായിരുന്നു ആ ദേവു. ദേവു എന്നല്ലേ വിളിക്കുന്നേ? ഓക്കെ, എന്തായാലും നമുക്ക് ദേവുവിന്റെ പാട്ടൊന്ന് കേട്ടാലോ. ഏതാന്ന് നോക്കാം. ദേവു ഏതാണ്? അടിപൊളി. യെസ്, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ട്രാക്ക് പ്ലീസ്. കൈയടിക്ക്. കയ്യടിക്ക്. എന്താ ഇത്? ആ,
ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മുടെ കുറുമേള സ്കൂളിലെ KS ചിത്രമാണ്. പക്ഷേ ഒരു KS ചിത്രം മാത്രമല്ല, ഇവിടെ കുറെ ചിത്രമാരും യേശുദാസുമാരും MG ശ്രീകുമാറും മൈക്കിൾ ജാക്സൺ വരെ ഒളിഞ്ഞിരിപ്പുണ്ട്. അവരെയൊക്കെ നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടിരുത്തില്ലേ? അപ്പൊ അങ്ങനെ പുറത്തു കൊണ്ടുവരാനുള്ള അടുത്ത പാട്ടിലേക്ക് പോകുന്നു. മക്കളെ, നിങ്ങൾക്കുള്ള ചാൻസാ. ഒന്ന് കണ്ടുപിടിച്ചിട്ട് പെമ്പിള്ളേർ ഇങ്ങനെ സ്കോർ ചെയ്തോണ്ടിരിക്കുക. ക്ലാസ് ചെല്ലുമ്പോ നാണക്കേടാ. അതേ പാട്ട് കിട്ടിയോ? പുറകെ പോയ ആളെ പിടിച്ചേ. ആ പുറകെ പോയ ആളെ പിടിച്ചോണ്ട് വന്നേ. ഞാൻ വരാം. ആർക്ക് ആളായിട്ട് അവിടെ വന്നോണ്ട് അടിപൊളിയായിട്ട് ഞാൻ പറയും എന്നുള്ള നല്ല രീതിയിൽ കൈവക്കിയ ചേട്ടനാണ്. പേരെന്താ പറഞ്ഞു? അഭിനന്ദ്. എടാ, നീ +2 അല്ലേ പഠിക്കുന്നത്? അതാ +1 ആണോ? +1 പഠിച്ചിട്ട് ദേഹത്ത് മൊത്തം എന്തിനാ ഈ ഇങ്ങനെ വിറയ്ക്കുന്നേ? ഞാനല്ലേ, ഇത് വേറെ ആരുമാണ് വിറയ്ക്കുന്നത്? അമ്മാരാണോ വിറയ്ക്കുന്നത്? എന്തായാലും നീ വന്ന സ്ഥിതിക്ക് ആരായി അവന്മാരെ പേര്? വിളിച്ചേ. എന്തേ ആ പേര് പറഞ്ഞ ആളെ ഇനി വിളിച്ചേ. ഇഞ്ഞുവേ. അവൻ വീട്ടിൽ പോയെന്ന്. സോ എന്തായാലും വീട്ടിൽ പോയ ആളെ നമുക്ക് വീട്ടിൽ പോയി പൊക്കാൻ പറ്റത്തില്ല. നമുക്ക് പാട്ടിലേക്ക് പോയാലോ? അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? എനിക്കിവിടെ പാട്ട് കിട്ടിയില്ലേ? പാട്ട് അറിയത്തില്ലേ? നമുക്കിപ്പം വേറൊരു പാട്ട് പാടിച്ചാലോ? പാട്ട് പഠിക്കാം. ഓക്കെ. നിന്റെ കുമാരനാശുവിന്റെ വീണപ്പൂ എന്ന് പറഞ്ഞിട്ട് പദ്യം അറിയത്തില്ല? ഏതെങ്കിലും പദ്യം അറിയോ? ഇല്ല. ഒരു പദ്യം അറിയത്തില്ല? ഏതെങ്കിലും കഥ അറിയോ? ഇല്ല. സ്വന്തം പേരെന്നാന്നറിയോ? എന്നാ പേര്? എവിടുന്നാ വരുന്നത്? വഴിപ്പടി എന്നാണോ? വഴിപ്പടിയിൽ വേറെ ആരെയൊക്കെ അറിയാം? വഴിപ്പടിയിൽ എന്താ കാണാനുള്ള സൗന്ദര്യമായിട്ടുള്ള ഏറ്റവും നല്ല വസ്തു? വഴിപ്പടിക്ക് എന്താ വഴിപ്പടി എന്ന് പേര് വരാൻ കാര്യം? ഇതൊന്നും എനിക്കറിയത്തില്ല. എന്നോട് പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യങ്ങളൊന്നും ചോദിച്ചേക്കല്ലേ. അതുകൊണ്ട് എന്തായാലും നീ വന്നല്ലേ, ഇവിടെ തന്നെ നിൽക്കി. ഇവിടെ നിന്ന് ഒരു വഴിയായിട്ട് നീ പോയാൽ മതി. ഇവിടേക്ക് അവിടെ ഇങ്ങോട്ട് കയറിക്കടാ സജി. നമുക്ക് ആ പാട്ട് ഒന്നുകൂടി ഇട്ടാലോ? പാട്ടിലേക്ക് പോവാം, ട്രാക്കിലേക്ക്. മനസ്സിലായോ? എന്താടാ ഇപ്പൊ മനസ്സിലായോ ഏത് പാട്ടാണ്? ഇതാണ് കുഴപ്പം. ഞാൻ ഒരു കാര്യം, അവിടെ ട്രാക്ക് നല്ല രീതിയിൽ ഇട്ട് തന്നില്ലേ, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല പാട്ട്? അല്ല, നിങ്ങൾ ആരൊക്കെങ്കിലും ആ പാട്ട് മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് മനസ്സിലായില്ലേ? ഇല്ല. ഇല്ലെന്ന് പറഞ്ഞ ആളിഞ്ഞ് വന്നേ. വാന്നേ ഇവിടെ വന്നേ. ചെവിക്കുമല്ലോ കുഴപ്പമുണ്ടോ? ചെവിക്കുമല്ലോ? ഇല്ല, ചെവിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ പാട്ട് മനസ്സിലായില്ല? അയ്യോടാ, ആർക്കെങ്കിലും മനസ്സിലായില്ല? ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പള് ഈ ഒരു പ്രൈസിന്, ഇതിന്റെ പ്രൈസ് എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രിൻസിപ്പള് 5 പവന്റെ ഒരു മാലയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് വിൻ ചെയ്യുന്ന ആൾക്ക്. സോ ഈ പാട്ട് മനസ്സിലായ ആള് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാട്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത സ്ഥിതിക്ക് നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? മനസ്സിലായോ? ആര് കേട്ടിട്ടില്ല? ഓക്കെ. എന്റെ ഭാഗത്തും ചില സമയത്ത് മിസ്റ്റേക്ക് വരാറുണ്ട്. ഈ പാട്ട് ഞാൻ എടുക്കരുതായിരുന്നു. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്തായാലും ഈ റൗണ്ട് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കണം. നല്ലൊരു ഐഡിയ ആണേ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മള് ഈ റൗണ്ടില് സജി നിങ്ങൾ വന്ന് കയറി നിൽക്കണം മക്കളെ. വന്നടാ. പാട്ട് പാടിയാലും പാട്ട് പാടിയില്ലെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചപ്പോഴത്തേന് വളരെ അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞ് കൈ പൊക്കിയിട്ട് ഇവിടെ വന്ന ഇത്രയും പേർക്ക് നല്ല മനസ്സ് നിറഞ്ഞൊരു കൈയുടെ കൊടുത്തേ. ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സഭാകമ്പം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എടുത്ത് കളയാണ്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും മുന്നോട്ട് കോൺഫിഡൻസ് ആയിട്ട് പോകാനുള്ള കാര്യം ഇവരിലൂടെ നമുക്ക് തരികയാണ്. നല്ലൊരു ഐഡി. നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. സോ സൂപ്പർ. അപ്പം
ഇതിൽ നിന്നും നമുക്ക് ആർക്കാണ് സമ്മാനം കൊടുക്കണ്ടേ? ഞാനേ ഓരോരുത്തർ കൈപൊക്കി കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ ഓരോ രീതിയിലുള്ള കൈയടി കൊടുത്താൽ മതി. ഓക്കെ, ഇവന് സമ്മാനം കൊടുക്കണമെന്നുള്ളവർ ഒന്ന് കൈ അടിച്ചേ. അത്രേ ഉള്ളൂ. സജിക്ക് ആ ഇവിടെ ഈ കൊച്ചിനെ അടുത്ത ആള് ഓക്കെ, അവർക്ക് കണ്ടോ? നിങ്ങൾ 3 പേരുണ്ട്, ഒന്നിച്ച് കൈ വെക്കി. ഓക്കെ റൈറ്റ്. അപ്പൊ നമ്മള് ഈ റൗണ്ടിലെ വിന്നറായിട്ട് നമ്മുടെ KS ചിത്രേനെ തന്നെ എങ്ങോട്ട് കയറുന്നു? അപ്പോ ദേവു ആണ് ഈ ഒരു റൗണ്ടിലെ വിന്നർ. നല്ലൊരു കൈഡിയാവാം. METVയും സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഇവിടെ ചേർന്ന് അണിയിച്ചൊരുക്കുന്ന ഗ്ലാൻസ് സ്റ്റാർ എന്ന പ്രോഗ്രാമിന്റെ കുറുമനാടം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫസ്റ്റ് വിന്നറാണ് ദേവു. നല്ലൊരു കൈയടിയാവാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടേക്ക് പോയിരിക്കാം. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ടിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അലങ്കോലമായിട്ട് ചുമ്മാ കിടന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ സമ്മാനം കിട്ടും. സോ അങ്ങനെ കുറച്ച് പേരെ ഞാൻ വിളിക്കുകയാണ്. വാ മക്കള് വാ, കുറച്ച് പേര് വാ. വന്നേ. ഇതെല്ലാവരും വീട്ടിൽ പോവാണ്. സോ അവിടുന്ന് 2 പേര് വന്നേ. വാ വാടാ മോനെ വാ. 1 ഇവിടുന്ന് 2 വാ. എടാ എനിക്ക് നിന്റെ അത്ര ബലമില്ല, എഴുന്നേറ്റ്. 2. സോ ഇനിയിപ്പോ എനിക്കൊരു 3 പേരെ കൂടെ. വാ കൈയടിക്ക്. വാടാ മൊത്തം. വാ, അടിപൊളി, കൺഗ്രാറ്റ്സ്, തകർത്തു. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ടിലേക്ക് തരികയാണ് മക്കളെ. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണോ? ഉണ്ടാക്കി ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ? അതിൻ്റെ എക്സ്പേർട്ടുകളാണെന്ന് മനസ്സിലായി എനിക്ക്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ പഠിക്കുന്ന സമയം മുതൽ ഉണ്ടാക്കി ഡാൻസിലും ഉണ്ടാക്കി പാട്ടിലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറുമനാടൻ സ്കൂൾ കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും ഉള്ളൂ. ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡാൻസ് ആണ്. ചുമ്മാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡാൻസ് ചെയ്താൽ മതി. സോ വാ. ആരൊക്കെയായിരുന്നു? 2 പേര് പേർ. ഓക്കെ, നിങ്ങൾ 2 പേരും വാ മക്കൾ വാ. ഇതിനെ ഡാൻസ് കളിച്ച് യാതൊരു പരിചയമില്ലാത്ത പിള്ളേരാണ്. എന്ത് വന്നാലും സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നല്ലൊരു പേര് പറഞ്ഞാണ് മോനെ. അനന്തു. അശ്വിൻ. കൈയടിച്ചേ. സോ ഡാൻസിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ഒരു പാട്ടിട്ട് തരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് ചെയ്താൽ മതി. തുടങ്ങാം നമുക്ക്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? നിങ്ങളുള്ള പാട്ട് ട്രാക്ക് പ്ലീസ്. സ്ലോ. ഇങ്ങോട്ട്. പോലെ അതിന് ഡാൻസ് കളിക്ക്. ഡാൻസ് കളിക്ക്. ഓക്കെ റൈറ്റ്. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ പാട്ടിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ പാട്ടിന്റെ സ്വഭാവം. അവിടെ നിന്ന് ഡാൻസ് കളിച്ച് ചേട്ടന്മാരില്ലേ? അല്ല, നിങ്ങൾ പോവല്ലേ? എടാ, നിങ്ങൾ അടിപൊളിയായിരുന്നു മക്കളെ. നല്ലൊരു കൈയ്യടി കൊടുത്ത അവർക്ക്. അപ്പോ ഇവിടെ 2 പേര് ഡാൻസ് കളിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 2 ഫീമെയിൽസിനെ വിളിച്ചാലോ? വാ, 2 പേര് പോവാ. 2 ഫ്രണ്ടിലേക്ക് വരൂ. വാ, കൈയടിക്ക്. അടിപൊളി. എന്ത് ടാസ്കിനെയും ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു മനഃശക്തി, അതാണ് ഈ ഒരു ഗ്ലാൻസ് സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഡാൻസ് കളിക്കാം, വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. സോ സെക്കൻഡ് പാട്ട്.
കളിച്ചോ. ആ ആ ഓ കൈയിടിക്ക്. ഓ ഓ ഓ ആ നടയിൽ അരയുന്നതിന്റെ മുന്നിൽ അഴകിൻ നിളനീർ മണിമൊഴികൾ മൊഴികൾ ചുറ്റോട് ചുറ്റിലും ആ ചുരത്തുന്ന പിന്നെ ആ ചിത്രാങ്കണത്തിലെ നീ ഓക്കെ റൈറ്റ് താങ്ക് യു. പോലെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നേ. ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കാൻ പറ്റുപോയി. ഇവര് കളിച്ച ഡാൻസ് നല്ലായിരുന്നു. നല്ല കൈഡി കൊടുത്തേ. ആ അപ്പൊ പേര് പറഞ്ഞേ. ആൻസ് എത്ര ക്ലാസ്സിലാ? +1. ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ മൊത്തം ഫീമെയിൽ അല്ല. നിങ്ങൾ എല്ലാവരുടെ പേര് ടീച്ചറെ എല്ലാവരും പേര് എയിലാണ് കൊടുക്കുന്നത്. അല്ലാത്തവരും ഉണ്ടല്ലേ? ഓക്കെ, അല്ലാത്തവർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിപൊളി, നല്ലൊരു കൈഡി ആവാം. സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഗേൾസ് ടീം. വാ എടാ കൊച്ചേ, സ്റ്റോപ്പ്. നാളത്തെ ദിവസം കുർമനാടൻ സ്കൂളിൽ നിന്നും വൈറലാകാൻ പോകുന്ന ഏറ്റവും അടിപൊളി ഡാൻസ് ആയിരിക്കണം നിങ്ങളുടേത്. ഇതിന്റെ മേളിൽ വേറൊന്ന് വെക്കാനല്ലേ, നിങ്ങളുടെ പേരിൽ സ്കൂൾ അറിയപ്പെടണം. തകർത്തേക്കണം. നാളെ നിങ്ങളുടെ പേരിലായിരിക്കണം സ്കൂൾ അറിയേണ്ടത്. സോ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ? പാട്ടിലേക്ക് പോകാം. സോങ് പ്ലീസ്. സ്റ്റെപ്പ് മാറ് ഫ്രണ്ടിലോട്ട്. ആ പോയോ? അങ്ങോട്ട് നോക്കി കളിക്കുക. സെന്റർ 1 2 3 4. സ്ലോ സെന്ററിലോട്ട് കളിക്കോ. ഓക്കെ, റൈറ്റ്. നല്ലൊരു കൈഡി ആവാം. എന്തായാലും അവരെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ നമുക്ക്? ജെഫിൻ, അദ്വൈത്. പൊളി. അപ്പോ നല്ലൊരു കൈഡി കൊടുത്തേ. സോ നമുക്ക് അടുത്ത ഗേൾസ് ടീമിനെ വിളിക്കണ്ടേ? സോ അടുത്ത ഗേൾസ് ടീമിലേക്ക് വരൂ. നിങ്ങളിലാണ് ഫുള്ള് പ്രതീക്ഷയും ഈ പിള്ളേരെല്ലാവരും അർപ്പിച്ചിരിക്കുന്നത്. പേര് പറഞ്ഞോ? നീതു ആൻഡ് റോസ്. അപ്പൊ പേര് മാറിയല്ലോ. അപ്പൊ ഡാൻസും പൊളിയായിരിക്കും അല്ലേ? തകർക്കാം നമുക്ക്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ട്രാക്ക് പ്ലീസ്. സ്റ്റെപ്പ് മാറ് തിരക്കൈയിൽ താനാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാറ്. താങ്ക് യു. അപ്പോ നല്ലൊരു കൈഡി തന്നായി ഞാൻ സന്തോഷമായിരിക്കും. ഗ്രാൻഡ് സ്റ്റാറിന്റെ വേദിയിലാണ് ഇവിടെ 3-4 ടീമുകൾ ഇപ്പൊ മാറ്റുരച്ചിരിക്കുന്നത്. ഇവരിൽ നിന്നും ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ പേര് പറഞ്ഞേ. അദ്വൈത്, അനന്തു, ജെഫി, ആഷ്ബിൻ, അമല, ആൻസ്.
റോസ് നീതു. ഓക്കെ റൈറ്റ്. അപ്പൊ നല്ലൊരു ഐഡിയ ആവാം. നേരെ നമുക്ക് ഡാൻസിലേക്ക്. അവിടെ ആരാ ആ ചെറിയ കൊച്ചിനെ വിളിച്ചേ, ആ 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനെ വിളിച്ചേ. വാ കയറി വാ. കുർബാന സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പേരെന്താ? ആൻഡു ഒന്നും അല്ല കേട്ടോ. ഇവന് ഇത്രയുള്ളെങ്കിലും ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞ ഇവന്റെ കയ്യിലിരിപ്പ് ഇതൊന്നും അല്ലെന്നാ പറഞ്ഞത്. അല്ലേ? ശരിയല്ലേ? ആൻഡോക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കാര്യം എന്താ മോനെ? അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എന്ത് കുസൃതിയിലും ഞാൻ കയറി പിടിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണോ? ഡാൻസ് ചെയ്യാൻ പറഞ്ഞ പിള്ളേരോട് ഡാൻസ് ചെയ്യോ? എന്നാ ഇവിടെ സെന്ററിൽ നിന്ന് ഡാൻസ് കളിച്ചേ. സെന്ററിൽ ആൻഡോ ഉണ്ടാവും ഇവരെ നയിക്കാനായിട്ട്. തുറക്കാം, നമുക്ക് ട്രാക്കിലേക്ക് പോവാം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക. തരള മധുര മുരളിയുണര് പ്രണയ ഭരിത കവിതയുണര് മഞ്ഞുരുകിയ മഞ്ചിമിടിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്പി വേണം. മനസ്സുകളുടെ കുളിരര്. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു റൗണ്ട് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. നല്ലൊരു ഗൈഡ് തന്നെ. ഈ കൂട്ടത്തിൽ നമുക്കൊരു വിന്നറെ കണ്ടെത്താൻ പ്രയാസം ഉണ്ടാവുമോ? സിഒയോ? ആരാണ് വിന്നർ? പഴയ പോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇവർക്കുള്ള ഗൈഡ് കൊടുത്തേ. 2 ഇവർക്കുള്ള ഗൈഡ്, 3 ഇവർക്കുള്ള ഗൈഡ്, 4 കൈവക്കിക്ക്. ഓക്കെ റൈറ്റ്. ഇനി എല്ലാവർക്കും ചേർന്ന് ഒരു ഗൈഡ് തന്നെ. ഗ്ലാസ് സ്റ്റാറിന്റെ അവതാരകനായ എനിക്കൊരു ഗൈഡ് നീ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് വിന്നറായിട്ട് ഇവരെ 2 പേര് എന്ത് ഇവിടെ വാ, ഫ്രണ്ടിലേക്ക് കയറി വാ, ഫ്രണ്ടിലേക്ക് കയറി വാ. ഇവരെ 2 പേരെയും സെന്ററിലേക്ക് നിന്ന്. റെഡി? 1 2 3. കൈ പൊക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഐഡിയ ആവണം. 1 2 3. താങ്ക് യു വെരി മച്ച്. താങ്ക് യു കേട്ടോ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമയം, നമ്മൾ ഒരു കാര്യത്തിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം നമ്മുടെ സമയം കുറച്ചുകൂടെ നമ്മുടെ ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് പോകേണ്ട സമയമായെന്ന് നമ്മളെ അതോറിറ്റിയിൽ നിന്ന് അറിയിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാത്രം പ്രോഗ്രാം വെച്ച് വൈൻഡപ്പ് ചെയ്യണോ? വേണ്ടെന്നാണോ? ഓക്കെ, നാളെ വന്നാൽ മതിയെന്നോ? അതെ, ഞങ്ങളിത് തൊഴിലാക്കിക്കൊണ്ട് ഡെയിലി ഇനി വരാം കുർബാന സ്കൂളിലേക്ക്. ഓക്കെ, MVTVയും സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും മീഡിയ വില്ലേജും ചേർന്നാണ് ഈ ചുരുക്കിയ ഗ്ലാൻസ് സ്റ്റാർ എന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ സ്കൂള് സെയിന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. യെസ്, താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് ഈ ഒരു മുറ്റത്ത് ഇവിടെ വന്നിരുന്ന് ഈ ഒരു പ്രോഗ്രാം ഇത്രയും ക്രൂവിന്റെ കൂടെ ചെയ്യാൻ പറ്റിയത്, അത് നിങ്ങൾക്കൊക്കെ സാധിക്കും നാളെ ഒരു ദിവസം. സോ അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും മീഡിയ വില്ലേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഗ്ലാൻസ് സ്റ്റാറിന്റെ ഈ വേദിയിൽ ഇന്നിപ്പോ മത്സരത്തിൽ വിജയിച്ച നമ്മുടെ കുട്ടികളൊക്കെ പേര് ഞാൻ ഇപ്പോൾ വിളിക്കാം. അവരൊക്കെ ഇങ്ങോട്ട് വരിക. അവർക്കുള്ള സമ്മാനം കൂടെ ഇപ്പോൾ ഇവിടെ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സമ്മാനം മേടിക്കുന്നതിനായിട്ട് ദേവുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം നൽകുന്നതിനായിട്ട് മിൻഡോച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, ദേവു ഇല്ലെങ്കിൽ പ്രിൻസിപ്പൽ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ഡാൻസിനാണ്. ഡാൻസിന് ആഷ്മിയും അനന്തുവും. എവിടെ? ഓക്കെ, അവർക്കുള്ള സമ്മാനം മിൻഡോച്ചനും ഒപ്പം തന്നെ പ്രിൻസിപ്പൽ സാറും കൂടെ ചേർന്ന് നൽകുന്നതായിരിക്കും. കൈയടിച്ചേ. സോ ഒരു കാര്യം കൂടെ, നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തത് മറ്റുള്ളവർ സാധിക്കുമ്പോഴത്തേക്കിന് അവർക്ക് നല്ല പിന്തുണ കൊടുക്കുക, കൈയടിച്ചു കൊടുക്കുക. ഓക്കെ റൈറ്റ്, താങ്ക് യു വെരി മച്ച്, കൺഗ്രാജുലേഷൻ. ഓക്കെ, ഇതിനു മുമ്പ് നമ്മളിവിടെ കുറച്ച് കോമ്പറ്റീഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതിൻ്റെ സമ്മാനം കൂടെ ഇപ്പോൾ ഇവിടെ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഷോർട്ട് സ്റ്റോറീസ് റൈറ്റിങ്ങിലാണ്. ഷോർട്ട് സ്റ്റോറീസ് റൈറ്റിങ്ങിൽ സമ്മാനം അർഹനായിരിക്കുന്നത് മലയാളത്തിന് അഞ്ജന സതീഷാണ്. അഞ്ജന സതീഷിനുള്ള സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായിട്ട് പ്രിൻസിപ്പൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സോ നെക്സ്റ്റ് ഇംഗ്ലീഷ് റൈറ്റിംഗ് ആണ്. ബ്രൈറ്റ് ജിനി സജൻ. അതിനുള്ള സമ്മാനം കൂടെ ഇപ്പോൾ ഇവിടെ വെച്ച് നൽകുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ തകർത്താലോ നമുക്ക്. അപ്പോൾ ഒരു ഡാൻസിലേക്ക് നമുക്ക് പോയിട്ട് അങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ? തകർക്കല്ലേ? മിഴിമുര നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ
കട്ടി ലാരിലെത്തി അർത്ത് പോട്ട് അണ്ണു പിന്നുവ ഫാക്ടറിക്ക്